വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ ഡിഷാണ് പാൽക്കപ്പ. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകിയിട്ടെടുക്കണം. നല്ല പൊടിയുള്ള ഫ്രഷ് ആയിട്ടുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ ഈ പാൽക്കപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കപ്പ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞ് കഴുകി ഈ കപ്പയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മൺചട്ടിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കപ്പ വെന്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ല വെന്ത പാകത്തിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് എടുത്തിട്ട് ഇതിലുള്ള വെള്ളം ഊറ്റിക്കളയാം. കാരണം ഇതിലുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കപ്പയിൽ നിന്നുള്ള സ്റ്റാർച്ച് വന്നിട്ട് കുറച്ച് ഇങ്ങനെ കൊഴുപ്പുള്ള വെള്ളമായിരിക്കും. അത് ഊറ്റിക്കളയുക. എന്നിട്ട് ആ പാത്രത്തിലിട്ട് തന്നെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മൾ കുത്തുന്ന കല്ല് ഉപയോഗിച്ചിട്ടോ ഇതൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഒന്ന് ഉടച്ച ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ ചേർത്തിട്ടുള്ളൂ. 2 അല്ലി ചെറിയുള്ളി ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. 2 പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കുത്തുന്ന ഉരലിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുത്തിയിട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പാൽക്കപ്പ റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറവിടാനുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ചെറിയുള്ളി എടുക്കുക. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കുക. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ബ്രൗൺ കളർ ആവണ്ട, നന്നായിട്ട് വഴറ്റി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച പാൽക്കപ്പയുടെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. നല്ല മുളകിട്ട മീൻ കറിയിട്ടൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.